പഴയകാല നായർ ബ്രാഹ്മണ്യത്തിൻ്റെ ഭാഗമായ ഇരിഞ്ഞാലക്കുട കൂടൽമാണിക്യ സ്വാമി ക്ഷേത്രത്തിലെ ആത്മീയ അധികാരിയും ക്ഷേത്രം നിലനിന്നിരുന്ന താലൂക്കിൻ്റെ അധിപനുമായിരുന്നു തച്ചുടയ കൈമൾ. അതുപോലെ തന്നെ തളി രാജരാജേശ്വര ക്ഷേത്രത്തിൻ്റെ ആത്മീയ അധികാരിയും ഒരു നായർ ആയിരുന്നു. ഇദ്ദേഹത്തിൻ്റെ പേരാണ് ഊരരശ് കൈമൾ, അതായത് ഊരിൻ്റെ അരജൻ അഥവാ രാജാവായിരുന്ന നായർ. ക്ഷേത്രഭരണത്തിന് നായരെ ബ്രാഹ്മണനായി അവരോധിക്കുന്ന ചടങ്ങും ഉണ്ടായിരുന്നു. അവസാനത്തെ ഊരരശ് കൈമൾ പോത്തേറ നായർ തറവാട്ടിൽ നിന്നുമായിരുന്നു. മരുമക്കത്തായികളായ തളിപ്പറമ്പ് നമ്പൂതിരിമാർക്കും പോത്തേറ നായർ തറവാട്ടുകാർക്കും ഒരേ ശ്രാദ്ധം, പുലവാലായ്മകൾ എന്നീ ആചാരങ്ങളായിരുന്നു ഉണ്ടായിരുന്നത്. എന്നാൽ ഇവർ പരസ്പര വിവാഹ ബന്ധത്തിൽ ഏർപ്പെടാറില്ലായിരുന്നു. 17-ാം നൂറ്റാണ്ടിൽ നീലകണ്ഠൻ നമ്പൂതിരി എഴുതിയ ചെല്ലൂർ നാഥോദയം എന്ന ഗ്രന്ഥത്തിലും തളി ക്ഷേത്ര ലിഖിതങ്ങളിലും ഇക്കാര്യം രേഖപ്പെടുത്തിയിട്ടുണ്ട്. തച്ചുടയ കൈമളിനെ പോലെ തന്നെ ഊരരശ് കൈമളിനും രാജർഷിയുടെ വന്ദനീയ പൂജനീയ സ്ഥാനമായിരുന്നു ഉണ്ടായിരുന്നത്.